നിലമ്പൂർ അംഗത്തിൽ UDFന്റെ ശക്തി കേന്ദ്രമായ വഴിക്കടവിലാണ് ആദ്യം വോട്ടെണ്ണുന്നത്. ആദ്യം 3 ബൂത്ത് എണ്ണുമ്പോൾ 3000 വോട്ടിന്റെ ഭൂരിപക്ഷം 3000 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. അൻവർ അതിൽ കൂടുതൽ 5000 വോട്ട് അൻവറും പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കിരൺ ബാബു നമുക്കൊപ്പം ചേർന്നു. കിരൺ, UDFനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ പോലും UDFനുണ്ടായിരുന്ന വലിയൊരു പ്രതീക്ഷ അത് അൻവർ കൂടെ നിൽക്കുന്നു, ഇടതുപക്ഷത്തിനെതിരെ നിൽക്കുന്ന ആ ഒരു വലിയൊരു പൾസിൽ കൂടിയാണ്. പിന്നെ ഉണ്ടാകുന്ന ട്വിസ്റ്റുകൾ പോലും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ UDFന് കഴിഞ്ഞു. ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക വഴി. പക്ഷേ അപ്പോഴും അൻവർ ഉയർത്തിയ ചില വിഷയങ്ങൾ, VV പ്രകാശുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് UDF വന്നപ്പോൾ അതിൽ LDF വന്നപ്പോൾ അതിൽ UDF ഉയർത്തിയ ആരോപണങ്ങളൊക്കെ ഉണ്ട്. UDFിലെ ഭിന്നതയടക്കം ഭൂരിപക്ഷം പോലും ഷൗക്കത്ത് പോലും പറയുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കണക്കൂട്ടലാണ്. UDFനാണ് മുൻതൂക്കം എന്ന് തന്നെ ഇരിക്കെ പോലും ഏത് തരത്തിലാണ് ലീഗും കോൺഗ്രസും വോട്ടുകളെ കാണുന്നത്? അപർണ, രഞ്ജിത്ത്, ലീഗിനെയും കോൺഗ്രസിനെയും പ്രത്യേകിച്ച് UDFനെ സംബന്ധിച്ച് ഇത് ജീവൻ മരണ പോരാട്ടമാണ് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ 9 വർഷമായി ഭരണത്തിന് പുറത്തു നിൽക്കുന്ന ഒരു മുന്നണിയാണ്. ഏത് വിധേനയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ ഏറിയേ മതിയാവും. അത് ആ മുന്നണിയുടെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും യഥാർത്ഥത്തിൽ PV അൻവറുമായിട്ടുള്ള വിഷയത്തിൽ കോൺഗ്രസ് ഒരു സ്ട്രോങ് സ്റ്റാൻഡൊക്കെ സ്വീകരിക്കുകയും PV അൻവറിൻ്റെ വിലപേശലിന് വഴങ്ങില്ല എന്ന് തീരുമാനമൊക്കെ എടുക്കുകയും PV അൻവറിൻ്റെ സഹായം ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും PV അൻവറിന് അവിടെ എങ്ങനെയൊക്കെ കുറഞ്ഞാലും ഒരു 10,000 വോട്ടിനെങ്കിലും സ്വാധീനിക്കാൻ ശേഷിയുള്ള അവിടുത്തെ നേതാവ് തന്നെയാണ്. അതിൽ കൂടുകയോ കുറയുകയൊക്കെ ചെയ്യും. എന്നാലും മിനിമം അത്രയെങ്കിലും ശേഷിയുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത്തരത്തിലൊരാളുടെ ഒരു പിന്തുണ, ആ പിന്തുണ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒറ്റയ്ക്ക് നിന്ന് പോരാടാമെന്ന് തീരുമാനിച്ചത് ഈ കോൺഗ്രസിനായാലും ലീഗിനായാലും, പ്രത്യേകിച്ച് കോൺഗ്രസിൽ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശനെ സംബന്ധിച്ച് ഇത് അതിൻ്റെ റിസ്ക് മുഴുവൻ സ്വന്തം തലയിലേക്ക് വരികയാണ്. പക്ഷേ ലീഗിനെ കൂടി കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ VD സതീശൻ അത്തരം ഒരു റിസ്ക് എടുക്കുന്നത്. കാരണം ഇവിടെ മലപ്പുറത്തെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. പരമ്പരാഗതമായി കോൺഗ്രസും ലീഗും തമ്മിൽ വൈരമുള്ള ഒരു മണ്ഡലമൊക്കെ ആണെങ്കിലും ആര്യാടൻ മുഹമ്മദിൻ്റെ മരണശേഷം അത്തരത്തിലേക്കുള്ള ഒരു വൈരത്തിലേക്കൊന്നും നിൽക്കുന്നില്ല. മലപ്പുറത്തിൻ്റെ ഒരു മണ്ഡലത്തിൽ UDF പരാജയപ്പെട്ടാൽ സ്വാഭാവികമായും അത് ലീഗിൻ്റെ കൂടി പരാജയമായി വിലയിരുത്തപ്പെടും എന്ന് ലീഗിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു 3ാം പിണറായി സർക്കാർ എന്നുള്ളൊരു പ്രചാരണത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അവിടുത്തെ ഒരു പരാജയം എന്നതറിയാം. ഇതെല്ലാം വളരെ അപകടകരമായ നീക്കങ്ങളാണ്. അല്ലെങ്കിൽ 2 പാർട്ടിയെ സംബന്ധിച്ചും അപകടകരമാണ്. അതെല്ലാം ഉണ്ട്. ലീഗിൻ്റെ വോട്ടുകൾ ഉറപ്പായും കോൺഗ്രസ് ലഭിക്കും, UDFന് തന്നെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് ഈ അൻവറിനെതിരായി ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തത്. ആ ഒരു സ്റ്റാൻഡായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കഘട്ടത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ. ആദ്യം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, അങ്ങനെ ഒരു മേൽക്കൈ നേടുന്നു. ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ തന്നെ പ്രയാസം വരുന്ന ഒരു സന്ദർഭത്തിലൊക്കെ ഉണ്ടാവുന്നു. ആ മേൽക്കൈ പെട്ടെന്ന് നഷ്ടപ്പെട്ടത് അൻവറുമായിട്ടുള്ള അടിയോടുകൂടിയാണ്. പിന്നീട് ആ തുടക്കത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചും പ്രചരണത്തിന് ഇറങ്ങിയെങ്കിലും ആ മേൽക്കൈ UDFനെ നിലനിർത്താൻ കഴിഞ്ഞില്ല. കാരണം LDF നിരന്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. തൊട്ടു പിന്നാലെ അൻവറിൻ്റെ വിഷയം കഴിഞ്ഞു, തൊട്ടു പിന്നാലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി വിഷയം ഉന്നയിക്കുന്നു, LDF ഉന്നയിക്കുന്നു, UDF മറുപടി പറയുന്നു എന്ന അവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ അവിടെ നിലമ്പൂരിലടക്കം പോയത്. അതിനുശേഷം VV പ്രകാശിൻ്റെ വിഷയം വരുന്നു. VV പ്രകാശിൻ്റെ വിഷയമായ പോലും വളരെ ഫലപ്രദമായി അവിടെ LDF സ്ഥാനാർത്ഥി അവിടെ സന്ദർശനം നടത്തുന്നു. വോട്ടിന് വേണ്ടി എന്നല്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ പറയുമ്പോഴും ആളുകൾക്കറിയാം ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു സന്ദർശനം ഈ സമയത്ത് നടത്തുന്നത്. അത് കൃത്യമായ ഒരു തരത്തിൽ ഏതെല്ലാം തരത്തിൽ UDFിലേക്ക് കടന്നു കയറാൻ കഴിയുമോ അത്തരം പ്രവർത്തനങ്ങളൊക്കെ വളരെ ചിട്ടയായി തന്നെ LDF നടത്തുന്നുണ്ട്. ഇതിനെയൊക്കെ മറികടന്ന് വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് UDF കേന്ദ്രങ്ങളൊക്കെ ഇപ്പോഴും കണക്കൂട്ടുന്നത്. അതിൻ്റെ ഒരു കണക്കിലേക്ക് കൂടി നമുക്ക് പോകാം. UDFിൻ്റെ പ്രതീക്ഷ എങ്ങനെയൊക്കെ കുറഞ്ഞാലും 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അത് ഉറപ്പായും ഉണ്ടാവും എന്ന് തന്നെയാണ് UDF പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ തരംഗമായി കഴിഞ്ഞാൽ അത് 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് വരാം എന്നതുകൂടി UDF കണക്കാക്കുന്നുണ്ട്. അത് ഒരു ഭരണവിരുദ്ധ തരംഗം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭൂരിപക്ഷം ഏകദേശം 1,00,000 വരെ വരാം. ഒരു 15,000, 20,000 എന്നൊക്കെയാണ് ഇവരുടെ ഒരു പല നേതാക്കളായി നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോരുത്തരുടെയും കണക്കനുസരിച്ച് എങ്ങനെയായാലും ആരും 5000-ൽ താഴെ ഒരു വോട്ടിലേക്ക് പോകുന്ന ഒരു കണക്കിലേക്ക് ആരും വരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് UDFിൻ്റെ പ്രതീക്ഷ എന്നുള്ളതാണ്. ഏതെല്ലാം സ്ഥലങ്ങളിലാണ് UDFന് വോട്ട് ഉറപ്പായും കിട്ടുമെന്നുള്ളത്. ഇത് കരുളായും അമരമ്പലം ഈ 2 പഞ്ചായത്തുകൾ ഔദ്യോഗികമായി പറയുമ്പോൾ ഇവരെല്ലായിടത്തും ഭൂരിപക്ഷം പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിത് തയ്യാറാക്കിയത് കൂടുതൽ അവിടെയുമായി പ്രവർത്തിച്ച നേതാക്കളുമായി സംസാരിച്ച് അവർ ഒരു അല്ലാതെ ഓഫ് ദി റെക്കോർഡായിട്ടൊക്കെ അവർ പറയുന്ന വിവരങ്ങളുമൊക്കെ അടിസ്ഥാനപ്പെടുത്തി കൂടിയാണ്. കരുളായി അമരമ്പലം ഈ 2 പഞ്ചായത്തുകൾ ഒഴികെ എല്ലായിടത്തും ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ കരുളായിലായാലും അമരമ്പലത്തായാലും അത് LDFന് മേൽക്കൈയുള്ള 2 പഞ്ചായത്തുകളാണ്. ഈ 2 പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണ അടക്കം LDFന് ഭൂരിപക്ഷം കിട്ടിയതാണ്. കരുളായിൽ 1446 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFന് കിട്ടിയതാണ്. പക്ഷേ അവിടുത്തെ ഭൂരിപക്ഷം ഒരു 1000 ഒക്കെ
നഷ്ടപ്പെട്ടാലും 1000 വോട്ടിനപ്പുറത്തേക്ക് ഭൂരിപക്ഷം പോയില്ല എന്നൊരു പ്രതീക്ഷയിലാണ് UDF നിൽക്കുന്നത്. അമരമ്പലത്തായാലും കഴിഞ്ഞ ഒരു 500,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അതിനപ്പുറത്തേക്ക് LDF പോകില്ല എന്നുള്ളതാണ് പ്രതീക്ഷ. ഈ രണ്ട് മണ്ഡലങ്ങൾ കൂടി ഒരു 2000-2500 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ 2500 വോട്ടിൻ്റെ ഭൂരിപക്ഷം മറ്റ് എല്ലാ പഞ്ചായത്തുകളും നഗരസഭയും കൊണ്ട് മറികടക്കാം. ഇതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണയിൽ അവർ നിൽക്കുന്നത്. മറ്റൊന്ന് UDF ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്നത് വഴിക്കടവ്, മുത്തേടം, എടക്കര. ഈ മൂത്തേടവും എടക്കരയും വഴിക്കടവാണ് ആദ്യം എണ്ണാൻ തുടങ്ങുന്നത്. അൻവറിനും വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ UDFന് ഒരു വലിയ ഭൂരിപക്ഷം, വഴിക്കടവിലൊക്കെ ഒരു 2000-2500 വോട്ടിൻ്റെ ഭൂരിപക്ഷം എങ്ങനെ വന്നാലും വരും എന്ന് തന്നെയാണ് വിവിധ നേതാക്കളുടെ കണക്കുകളൊക്കെ വരുന്നത്. മുത്തേടത്ത് ഏകദേശം അത് 4000 വോട്ടിൻ്റെ വരെ ഭൂരിപക്ഷത്തിലേക്ക് വരാം എന്ന് പറയുന്നു. എടക്കരയിൽ ഒരു 1500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് വരാം എന്ന് പറയുന്നു. ഈ 3 പഞ്ചായത്തുകളിലാണ് ഒരു വലിയ ഭൂരിപക്ഷം. അപ്പോൾ ഈ UDFൻ്റെ 2 പഞ്ചായത്തുകളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഏകദേശം 2000-2500 ഭൂരിപക്ഷത്തെ ഈ വഴിക്കടവും, മുത്തേടം, എടക്കര ഈ 3 പഞ്ചായത്തുകൾ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ 3 പഞ്ചായത്തുകൾ കൊണ്ട് തന്നെ മറികടക്കാൻ കഴിയും എന്ന് ഉറപ്പായും UDF വിശ്വസിക്കുന്നു. അതാണ് UDFൻ്റെ ഒരു കണക്കിൽ അവർ കരുതുന്നത്. മറ്റൊന്ന് UDFൻ്റെ നിലമ്പൂരിലെ നഗരസഭയാണ്. നിലമ്പൂർ നഗരസഭ ആര്യാടൻ ഷൗക്കത്ത് ചെയർമാനായിരുന്ന നഗരസഭയാണ്. കോൺഗ്രസിന് പരമ്പരാഗതമായി വലിയ സ്വാധീനമുള്ള നഗരസഭയാണ്. പക്ഷേ നിലവിൽ നിലമ്പൂർ നഗരസഭയിൽ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസ് അല്ല, ഇടതുമുന്നണിയുടെ ഭരണമാണ്. എങ്കിലും ഈ കഴിഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനെ ഒരു പരാജയത്തിന് ശേഷം ആര്യാടൻ ഷൗക്കത്തിനോട് ആ തരത്തിലേക്ക് ഒരു സഹതാപമുണ്ട് എന്നുള്ളതും ആര്യാടൻ ഷൗക്കത്തിനെ നന്നായി അറിയുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ മിത്രങ്ങളും ഒപ്പം തന്നെ ശത്രുക്കളും ഒക്കെ അവിടെയുണ്ട്. പക്ഷേ അപ്പോഴും ഒരു നേരിയ ഭൂരിപക്ഷം അവിടെ ഉണ്ടാവാം. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രത്തിലേക്ക് അത്തരം ഒരു ഭൂരിപക്ഷം ഉണ്ടാവാം എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴും കോൺഗ്രസിനുണ്ട്. അവിടെ എന്തായാലും ഭൂരിപക്ഷം നഷ്ടപ്പെടില്ല എന്ന് ഇവരെല്ലാവരും ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഒരു വലിയ ഭൂരിപക്ഷം പഴയ മുൻകാലങ്ങളിൽ ആര്യാടൻ മുഹമ്മദ് മത്സരിച്ച കാലങ്ങളിലൊക്കെ കിട്ടിയതുപോലെ വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അവർ ഒരു ചെറിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് താനും. മറ്റൊന്ന് പോത്തുകലിൽ ഒപ്പത്തിനൊപ്പം എന്നുള്ളതാണ്. പോത്തുകൽ എന്ന് പറയുന്നത് M സ്വരാജിൻ്റെ മണ്ഡലമാണ്. ഇടതുമുന്നണിക്ക് സ്വാധീനമുള്ള ഒരു ഇടതുമുന്നണിയുടെ പാർട്ടിക്കൊക്കെ അത്യാവശ്യം ശക്തി കേന്ദ്രമൊക്കെയാണ്. അവിടെ ഇടതുമുന്നണി ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന നല്ല ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെയും UDF പറയുന്നത് അവിടെ ഒപ്പത്തിനൊപ്പം നിൽക്കും. അവിടെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഇനി ഏതെങ്കിലും തരത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും അത് നേരിയ 100-100 വോട്ടിനപ്പുറത്തേക്ക് അങ്ങനെ ഭൂരിപക്ഷം LDFന് വരാൻ സാധ്യതയില്ല എന്നാണ് കണക്കൂട്ടുന്നത്. നേരിയ ഭൂരിപക്ഷം UDFന് എന്ന് തന്നെയാണ് ഭൂരിപക്ഷം UDF നേതാക്കളും കണക്കാക്കുന്നത്. പക്ഷേ ഇനി ഏതെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായാൽ പോലും അതൊരു ചെറിയ രീതിയിലുള്ള, അല്ലാതെ ഒരു കനത്ത തിരിച്ചടിയിലേക്ക് അവിടെ പോകും എന്നുള്ള ഒരു തോന്നലിലേക്ക് ഇപ്പോൾ കരുടായിലോ അമരമ്പലത്തോ പോകുന്നത് പോലെ ഒരു 1000 വോട്ടിൻ്റെയോ അല്ലെങ്കിൽ 1500-2000 വോട്ടിൻ്റെ ഒന്നും ഭൂരിപക്ഷത്തിലേക്ക് LDF പോകില്ല എന്ന് UDF 46 വോട്ടായിരുന്നു കഴിഞ്ഞ തവണ പോത്തുകലിൽ LDFൻ്റെ ഭൂരിപക്ഷം 2021. അതെ, ഇത്തവണ അവർ കണക്കൂട്ടുന്ന ആ തരത്തിലേക്ക് ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോത്തുകലിൽ പോകാനുള്ള സാധ്യത ഇല്ല. ഒപ്പത്തിനൊപ്പം നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് UDFൻ്റെ ഒരു പൊതുവായ പ്രതീക്ഷ. മറ്റൊന്ന് UDF എന്തുകൊണ്ടാണ് വിജയിക്കും എന്ന് അവർ ഈ അമിതമായ ഒരു ആത്മവിശ്വാസത്തിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ച് ചിലപ്പോൾ നമുക്ക് പുറത്തു നോക്കുമ്പോൾ അമിതം എന്ന് പറയാം. UDFനെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസമാവും. എന്തായാലും അങ്ങനെ ഒരു കണക്കൂട്ടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം എന്നുള്ളതാണ്. കഴിഞ്ഞ 9 വർഷമായി നിൽക്കുന്ന ഒരു ഭരണത്തിനെതിരായി സ്വാഭാവികമായി ഉണ്ടാകുന്നതും അല്ലാത്തതുമൊക്കെയായ വിവിധ ഭരണ